എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. ഇതൊക്കെ നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു നല്ല. അപ്പൊ ഷാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു യൂട്യൂബ് കുടുംബ കലഹം തന്നെയാണ് ഇപ്പൊ ഷാജിദിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സ്ത്രീ എപ്പോഴും യൂട്യൂബ് ചാനലിൽ വന്ന് സ്വന്തം ഉമ്മാക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഉമ്മ അങ്ങനെയാണ്, എന്റെ ഉമ്മ എങ്ങനെയാണ്, എന്റെ ഉമ്മാക്ക് എന്നോട് തീരെ സ്നേഹമില്ല, എങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതന്നെ ഒരു ജോലി. അവസാനം സഹി കെട്ടി ഉമ്മ എന്താക്കി, ഷാജിദിനെ അങ്ങ് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതിങ്ങനെ കേട്ടിക്കണതിന് ഒരു പരിധിയില്ലേ? എത്രാന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ടിക്കല്ലേ. ഷാജിദ് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് ഷാജിദിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഷാജിദ് ഉമ്മാനെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഷെഡ് ഡാൻസ് എന്റെ കൈവശമുണ്ട്, ഞാനത് പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്ന് ഞാനത് റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജിദാണ് ആള്, ചിലപ്പോൾ നാളത് പുറത്തു വിടുമെന്നുള്ളത്. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ പെണ്ണ് ചെയ്ത്. പക്ഷെ ഇത്തവണ ഷെഡ് ഡാൻസ് അല്ല കേട്ടോ പുറത്തു വിട്ടത്. ഉമ്മാനായിട്ട് വഴക്കടിക്കുന്നതും ഉമ്മ ഡാൻസ് ചെയ്യുന്നതും ഒക്കെയുള്ള വീഡിയോസ് ആണ് ഈ പെണ്ണ് പുറത്തു വിട്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. എന്നിട്ട് രണ്ടെണ്ണം പറയാനുണ്ട്. വെട്ട്, ഞാൻ കാണട്ടെ വെട്ടുന്നത്. വെട്ട് 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 വെട്ട്. അടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? തലക്കാമത്ത് എന്നെ മക്കളെ കൊല്ലാനാ? വെട്ടി കൊല്ലാനാ? എന്നാ വെട്ട് വെട്ട്. ഇപ്പൊ വെട്ട്. ധൈര്യമുള്ള പെണ്ണാണ്. ഇപ്പൊ വെട്ട്, ഇപ്പൊ വെട്ട്. ആരാണ് മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? ആരാ മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? ആരാ മടാൾ കൊടുന്ന് വെച്ച്? വെട്ട് 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 വെട്ട്. ഇതൊക്കെ നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു നല്ല. എന്ത് രസ. എന്തൊരു കഷ്ടാണെന്ന് നോക്കിയേ. പല ജാതി ഉൾപ്പില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നിനും ആദ്യമായിട്ടാണ് കാണുന്നത്. സ്വന്തം ഉമ്മാനായിട്ട് വായിക്കിടുന്നതും ആ ഉമ്മ ഡാൻസ് കളിക്കുന്നതൊക്കെ വീഡിയോ പകർത്തിയിട്ട് യൂട്യൂബിൽ ഇടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ മനുഷ്യൻ എത്രത്തോളം അധപ്പതിച്ചെന്ന് നോക്കി നിങ്ങൾ. പല ടൈപ്പ് ഫാമിലി വ്ളോഗേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ അവരൊക്കെ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അവരൊക്കെ മാന്യന്മാരായിരുന്നു എന്ന് ഷാജിദയുടെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷാജിദിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ എത്ര നല്ല മനുഷ്യന്മാര് അല്ലേ? എന്തായാലും ഇമ്മാതിരി ഉൾപ്പെട്ട പരിപാടി ആരും ചെയ്യൂല. മനുഷ്യന് ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാനും പ്രവർത്തിക്കാനും തുടങ്ങും. സോ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഒന്നും വേണ്ട, സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. ആ ഒരു ബോധമെങ്കിലും വേണ്ടേ? ഇവിടെ ഷാജിദ പറയണ എന്താണെന്ന് വെച്ചാണെങ്കിൽ, എന്റെ ഉമ്മ ഭയങ്കരമായ രീതിയിൽ എന്നോട് പക്ഷാപാതം കാണിക്കുന്നുണ്ട്, എന്റെ ഉമ്മാക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, സ്നേഹം മൊത്തം അനുജത്തിമാരോടാണ്. ഇതൊക്കെയാണ് ഷാജിദ പറയുന്നത്. ശരിക്കും ഇതും പറഞ്ഞുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും. അതൊക്കെ ശരിയാകാം തെറ്റാകാം. ലോകത്തുള്ള എല്ലാ അമ്മമാരും പുണ്യാളന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. മക്കളെ വളരെ ക്രൂരമായ രീതിയിലും പക്ഷാപാതം കാണിച്ചു വളർത്തുന്ന എത്രയോ അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ഒരു തരത്തിൽ അംഗീകരിച്ചു കൊടുക്കാവുന്നതുമല്ല. പക്ഷെ എന്ന് കരുതി അവരോടൊക്കെ എങ്ങനെയൊക്കെ തിരിച്ചു ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും കാര്യങ്ങൾ. നമ്മൾ ഈ സമൂഹത്തിൽ ഒരു കുടുംബവുമായി ജീവിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില ബേസിക് മര്യാദകളുണ്ട്. അതിലൊന്നാണ് കുടുംബത്തിലെ മാന്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും നടക്കും, വഴക്കുകളും നടക്കും, പല അസ്വാരസ്യങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഒരു മറ വെച്ചിട്ട് വേണം നമ്മൾ പുറം ലോകത്തോട് പെരുമാറാനും സംവദിക്കാനും. ആ മറ പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിന്റെ മാന്യത തന്നെ അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ഇത്തരം മറകൾ എടുത്തു കളയുന്ന പരിപാടികളാണ് ഇപ്പൊ ഷാജിദ് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? സ്വയം ജയിക്കാനും നാട്ടുകാരന് മുന്നിൽ സ്വന്തം ഉമ്മയെയും പെങ്ങളെയും നാണം കെടുത്താനും വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. എന്തായാലും ഈ സംഭവത്തിനെല്ലാം ശേഷം ഷാജിദ് കരഞ്ഞുകൊണ്ടൊരു ലൈവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും അന്ന് കേട്ടു കണ്ടോക്കാം. എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു നടപടി എടുത്തിട്ടില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. കേസ് അവര് കേസെടുത്താലും പാവങ്ങളുടെ കൂടെ നിൽക്കില്ലല്ലോ, പണമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുള്ളൂ. അതെ, പണമുള്ള ആൾക്കാരുടെ കൂടെ പോരിച്ച് നിൽക്കുള്ളൂ. അല്ല, ഇവിടെ പണമുള്ള ആൾക്കാർ കൊണ്ട് ഷാജിദ് ഉദ്ദേശിച്ച ആരാണ്? ഉമ്മയാണോ? ആ ഓടിട്ട പോരേക്ക് എടുക്കുന്ന ഉമ്മനാണ് പണമുള്ള ആൾക്കാരെന്ന് ഷാജിദ വിശേഷിപ്പിച്ചത്. എന്തായാലും ഷാജിദന്റെ അത്ര പണം ആ ഉമ്മക്ക് ഉണ്ടാവില്ല. യൂട്യൂബിൽ നല്ലോണം സമ്പാദിക്കുന്നുണ്ടല്ലോ. കരിഞ്ഞ് പറയണ പറച്ചിൽ നോക്കണേ, പണമുള്ളവരുടെ കൂടെ അവർ നിൽക്കുന്നൊക്കെ. എന്തിനാണ് ഈ നാടകം ഷാജിദ? ആരെ ബോധിപ്പിക്കാനാണ് ഈ നാടകം? പിന്നെ പോലീസുകാർ നിങ്ങളെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ നന്നായി എന്ന് ഞാൻ പറയൂ. കാരണം നിങ്ങളുടെയൊക്കെ കുടുംബകാലം സോൾവ് ചെയ്യാൻ നിന്നാണെങ്കിൽ പോലീസുകാർക്ക് അത് വമ്പ തലവേദനയായിട്ട് മാറും. പിന്നെ
നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് തന്നെ തോന്നി കാണും ഇതിലൊന്ന് വെറുതെ തലയിട്ട് ഏടാ കൂടെ എടുത്ത് വെക്കണ്ടെന്ന്. ഇതിപ്പോ നാട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ കുടുംബകലഹങ്ങൾക്കൊക്കെ ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പോലീസുകാർക്ക് പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ കാര്യങ്ങൾ എക്സ്ട്രീം ആയി പോവാണെങ്കിൽ ഇടപെടണം കേട്ടോ. അന്നേരം പോലീസുകാർ കണ്ണടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും ഷാജിദാത്ത ബാക്കി പറഞ്ഞാട്ടെ. നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എന്റെ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ ഒക്കെ അല്ലാത്തോണ്ട് എന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതെ, സത്യമാണ് ആ പറഞ്ഞത്. മിക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവര് ഷാജിദയോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. കാരണം മിക്കുണ്ടായിരുന്നെങ്കിൽ ഷാജിദ ഇങ്ങനെ യൂട്യൂബ് ചാനലും തുടങ്ങി വീട്ടിൽ അപരാധങ്ങളൊന്നും വിളിച്ചു പറയില്ലായിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഷാജിദ പറഞ്ഞത് ശരിയാണ്. ഇക്കുണ്ടായിരുന്നെങ്കിൽ ഇവരെങ്ങനെയൊന്നും ഷാജിദയോട് ചെയ്യില്ലായിരുന്നു. എന്തായാലും ഈ ഇമോഷണൽ ഡ്രാമ ഇപ്പോഴും അവസാനിപ്പിക്കാറായിട്ടില്ല അല്ലേ? യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം തൊട്ടേ ഇവൾ കിടന്ന് കരയുന്നുണ്ട്, എന്റെ അക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് എനിക്ക് ഇവളോട് ഭയങ്കര സഹതാപമായിരുന്നു കേട്ടോ. ആ സഹതാപം കാരണം ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്ത് പണ്ടൊരു വീഡിയോ ചെയ്തതുമാണ്. പക്ഷെ ഉള്ളത് പറയാലോ, ഇന്ന് ഞാൻ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ വളരെ അപൂർവം വീഡിയോകൾ ആലോചിച്ച് മാത്രമേ ഞാൻ റിഗ്രറ്റ് ചെയ്യാറുള്ളൂ. അതിലൊന്നായിരുന്നു ഷാജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത ആ വീഡിയോ. വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് എന്റെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇക്കാന്റെ വീട്ടുകാരായിരുന്നു പുള്ളിക്കാർ മുഴുവനും സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന് മനസ്സിലായത്. ഇപ്പൊ അത് ഇക്ക ഇമോഷനും വെച്ച് സ്വന്തം വീട്ടുകാരെയും സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ് പുള്ളിക്കാരി. എന്തായാലും കൊള്ളാം, നാടകം നടക്കട്ടെ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അത് രണ്ടാളും കൂടി കയറി എന്റെ കഴുത്തിൽ ഇന്ന് എനിക്കറിയില്ലായിരുന്നു കഴുത്ത് കയറി പിടിച്ച എന്റെ സംഭവം. ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി കൊണ്ടുവരിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഡോക്ടറെ പോയി ടെസ്റ്റ് ചെയ്തു. ഉള്ളിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഈ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ ആ സംഭവം ഉണ്ടല്ലോ, അവിടെ 2 ഭാഗത്ത് നീര് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു, അടുത്ത സർജറി ചെയ്യേണ്ടി വരും ഷാജി, സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും, നീ കേസ് കൊടുത്തില്ല എന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ വെച്ചു. ഞാൻ പറഞ്ഞു കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കേസൊന്നും എടുത്തിട്ടില്ല അവര്. അവന്റെ ഉപ്പല്ല എന്നെ നോക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളിന് എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് നിക്കണത്. തള്ളതിന് ഫുൾ സപ്പോർട്ടാണ്. എന്നെ തല്ലുമ്പോഴോ എന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കയറി നോക്കി നിക്കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടണമെങ്കിൽ എനിക്ക് അടുത്ത സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. ഫുള്ള് റെസ്റ്റ് എടുക്കണം, ഫുൾ വോയിസ് റെസ്റ്റ് വേണം ഷാജി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എല്ലാം കാണിച്ച് തൃശ്ശൂർ ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ വൈകുന്നേരമാണ് പോയി ടെസ്റ്റ് ചെയ്തത്. എനിക്കിങ്ങനെ സൗണ്ട് മാറി വരും, എന്റെ സൗണ്ടേ വരുന്നില്ല. അപ്പൊ ഞാൻ എന്താണാവോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഷാജി അന്ന് പ്രശ്നം കഴിഞ്ഞല്ല, നിന്റെ കഴുത്ത് കയറി പിടിച്ചതല്ലേ, നിനക്ക് അതിലെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും, നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ അവരുടെ കൂട്ടം കേട്ടിട്ട് ഞാൻ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ട് ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല, ഈ ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ല, എനിക്ക് ഈ ഭാഗത്തൊക്കെ വേദന ഉണ്ട്, എൻ്റെ ഈ സൗണ്ടിന്റെ 2 സൈഡ് നീര് വന്നിരിക്കുകയാണ്. ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ മക്കളെ നോക്കണത്. എൻ്റെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് സൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും റെസ്റ്റ് എടുക്കണം മോളെ, റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സൗണ്ട് ഫുള്ളായിട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം ഉമ്മയുമായിട്ടുള്ള പ്രശ്നത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ ഷാജിദയും വീട്ടുകാരും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു. അതിൽ ഉമ്മയുടെ ആങ്ങളുടെ മകൻ ഷാജിദയുടെ കഴുത്തിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സൗണ്ട് പോയി എന്നൊക്കെയാണ് ഷാജിദ കരഞ്ഞു പറയുന്നത്. ഷാജിദ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരിക്കലും അത് വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഷാജിദയുടെ ഭാഗത്താണ് കേട്ടോ. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഷാജിദ കാണിച്ചതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. അല്ലെ, ഇനിയിപ്പോ ഈ കരച്ചിലും ഒരു നാടകമാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ശരിക്കും ഈ കഴുത്തിൽ ഞെക്കി പിടിച്ചെന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണോ എന്തോ അല്ല, പറഞ്ഞത് ഷാജിദ ആയതുകൊണ്ട് വിശ്വസിക്കാൻ ഒരു ചെറിയൊരു പ്രയാസം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.